ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 22 ദിവസം മാത്രം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. കൃഷി മന്ത്രാലയത്തിന്റെ ധന അഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ നടന്നു. രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്നും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടർന്ന് അമേരിക്ക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സ്വർണ്ണവില കുറഞ്ഞ് പവന് 1,15,680 രൂപയായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം പുറത്തിറക്കി. CPIM 81 സ്ഥാനാർത്ഥികളുടെയും കോൺഗ്രസ് 55 പേരുടെയും BJP 47 സ്ഥാനാർത്ഥികളുടെയും പട്ടികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയത്. പാലക്കാട്, കൊടുവള്ളി, കോവളം മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും LDF ഇന്ന് പ്രഖ്യാപിച്ചു. പാലക്കാട് NMR റസാഖും കൊടുവള്ളിയിൽ സലിം മടവൂരും കോവളത്ത് ഭഗത് റൂഫസുമാണ് LDF സ്വതന്ത്രർ. RJDയും ഇന്ന് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൽപ്പറ്റയിൽ PK അനിൽകുമാർ, വടകരയിൽ MK ഭാസ്കരൻ, കൂത്തുപറമ്പിൽ PK പ്രവീൺ എന്നിവരാണ് RJDക്ക് വേണ്ടി മത്സരിക്കുന്നത്. വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി KK രമ വീണ്ടും ജനവിധി തേടും. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സജി ജോസഫ് കുട്ടനാട്ടിൽ സ്വതന്ത്രനായി മത്സരിക്കും. 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ CPIയും മുസ്ലിം ലീഗും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. കേരള കോൺഗ്രസ് M, NCP, BDJS, 2020 തുടങ്ങിയ പ്രധാന മുന്നണികളുടെ ഘടകകക്ഷികളെല്ലാം തന്നെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമാക്കാനുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചിട്ടുള്ള 51 പൊതുനിരീക്ഷകർ ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ ചുമതലയേൽക്കും. മണ്ഡലത്തിൽ എത്തുന്ന നിരീക്ഷകർ അവരെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാനുള്ള സമയം ഓരോ ദിവസവും നിശ്ചയിക്കുകയും ചെയ്യും. അതിനിടെ ചെലവ് നിരീക്ഷകർ എല്ലാവരും സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ജെറോമിക് ജോർജ് ആകാശവാണിയോട് പറഞ്ഞു. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഒബ്സർവർ എല്ലാവരും ഇന്നലെ രാത്രി തന്നെ എല്ലാവരും എത്തിയിരുന്നു. ഒരുവിധം എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. പലരും അവരുടെ ലൈസൻസ് ഓഫീസേഴ്സ് വഴി ത്രൂ DOനെ എല്ലാം കണ്ടിട്ടുമുണ്ട്. കേരളം, പുതുച്ചേരി, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 1111 നിരീക്ഷകരെ വിന്യസിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 557 പൊതുനിരീക്ഷകരെയും 188 പോലീസ് ഒബ്സർവർമാരെയും 366 ചെലവ് നിരീക്ഷകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ 51 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും 40 ചെലവ് നിരീക്ഷകരെയുമാണ് വിന്യസിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ 25 ലക്ഷം ഉദ്യോഗസ്ഥരെയും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച നിരീക്ഷകർ ഇടുക്കി ജില്ലയിലെത്തി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റിൽ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ദീപ്തി ഉപ്പൽ, ഹർഷത് കുമാർ R. പട്ടേൽ എന്നിവരാണ് ഇടുക്കി ജില്ലയിലെ പൊതുനിരീക്ഷകർ. പവൻകുമാർ പോലീസ് ഒബ്സർവറായും ആശിഷ് കുമാർ, നമിത പട്ടേൽ എന്നിവർ ചെലവ് നിരീക്ഷകരായും ചുമതലയേറ്റു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ADM, സബ് കളക്ടർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാണെന്ന് ഉറപ്പുവരുത്താൻ നിരീക്ഷകർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് നിരീക്ഷകരെ നേരിട്ടോ ഫോൺ മുഖേനയോ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്.
നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ധനവിനിയോഗ ബിൽ 2 ലോക്സഭ ഇന്ന് പാസാക്കി. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ധന അഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചകൾക്ക് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ മറുപടി നൽകി. വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് രാജ്യസഭ ഇന്ന് യാത്രയയപ്പ് നൽകി. ഈ മാസം 23-നാണ് സഭ വീണ്ടും ചേരുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്നും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആഭ്യന്തര LPG ഉൽപാദനം 40% വർദ്ധിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലും LPG ലഭ്യത കുറവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാന നഗരങ്ങളിലെ വാണിജ്യ LPG ഉപഭോക്താക്കളോട് PNGയിലേക്ക് മാറാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. क्रूड अवेलेबिलिटी सामान्य है. रिफाइनरीज उच्चतम कैपेसिटी पर ऑपरेट कर रही हैं. डोमेस्टिक LPG प्रोडक्शन हैज इंक्रीज्ड बाय 40%. रिटेल आउटलेट्स पर कोई ड्राई आउट रिपोर्टेड नहीं है और पेट्रोल पंप्स पर एडिक्वेट स्टॉक्स पेट्रोल और डीजल के अवेलेबल हैं. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ അമേരിക്ക കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാന്റെ ബുഷർ ആണവ കേന്ദ്രത്തിന് സമീപവും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദിയിലെ അൽ ഖർജീനെ ലക്ഷ്യം വെച്ചുള്ള ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ നിർവീര്യമാക്കിയതായി അധികൃതർ അറിയിച്ചു. UAE വ്യോമസേനയും റോയൽ എയർഫോഴ്സും ഉൾപ്പെടെ ദീർഘനാളായി ഉപയോഗിക്കുന്ന അൽ മിൻഹാദ് വ്യോമതാവളം ഇന്ന് രാവിലെ വീണ്ടും ആക്രമിക്കപ്പെട്ടു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി. വ്യാജരേഖ ചമച്ച് റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന പരാതിയിൽ സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് നൽകിയ പരാതിയിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നീക്കം ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി പാലക്കാട് ചെർപ്പളശ്ശേരി തെക്കുപറമ്പ് മനയിൽ TM നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കാണ് നിയമന കാലാവധി. വേങ്ങുമഴ കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും പുഞ്ചക്കൊയ്ത്ത് പുരോഗമിക്കുകയാണ്. പകുതിയിലേറെ ഭാഗത്തെ കൊയ്ത്ത് പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം നെല്ല് സംഭരണവും തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വില്ലനായി വേനൽ മഴ എത്തിയത്. കഴിഞ്ഞ 3 ദിവസമായി കനത്ത മഴയാണ് രാത്രിയിൽ പെയ്യുന്നത്. മഴയിൽ നെല്ല് നനയുമ്പോൾ മില്ലുടമകൾ കിഴിവ് ചോദിക്കും. നെല്ലിൻ്റെ വില കുറയാനും കാരണമാകും. പലയിടങ്ങളിലും കർഷകരുമായി തർക്കവും ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 633 പോയിന്റ് ഉയർന്ന് 76,704-ലും നിഫ്റ്റി 197 പോയിന്റ് വർദ്ധിച്ച് 23,778-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,15,680 രൂപയും ഗ്രാമിന് 14,480 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 22 ദിവസം മാത്രം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. കൃഷി മന്ത്രാലയത്തിന്റെ ധന അഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ നടന്നു. രാജ്യത്ത് അസംസ്കൃത എണ്ണ ലഭ്യത സാധാരണ നിലയിലാണെന്നും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടർന്ന് അമേരിക്ക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സ്വർണ്ണവില കുറഞ്ഞ് പവന് 1,15,680 രൂപയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.